പ്രാചീന കാലത്ത് മറ്റ് രാജ്യങ്ങളിൽ നിന്നുള്ള എല്ലാ സാധനങ്ങളും എത്തിയിരുന്നത് ചരക്ക് കപ്പലുകളിലാണ്. ഇതിൽ അമൂല്യ വസ്തുക്കൾ കയറ്റി യാത്ര തിരിച്ച പല കപ്പലുകളും ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ വെച്ച് തകർന്ന കഥകളും ഒരുപാടുണ്ട്. അവയിൽ പലതും ഇന്നും വലിയ സമസ്യകളായി തന്നെ അവശേഷിക്കുകയും ചെയ്യുന്നു. അത്തരത്തിൽ കാണാതായ ഒരു കപ്പലാണ് HMS ലൂട്ടീൻ. 1799 ജർമ്മനിയിലെ ഒരു പ്രമുഖ നഗരമായ ഹാംബർഗിന്റെ സ്ഥിതി വളരെ ശോചനീയമായിരുന്നു. സാമ്പത്തിക വ്യവസ്ഥയാണെങ്കിലോ തകർച്ചയുടെ വക്കിൽ. ആ നഗരമെങ്ങും അരക്ഷിതാവസ്ഥ നിറഞ്ഞു നിന്നു. നഗരത്തെ രക്ഷിക്കാൻ ലണ്ടനിലെ വ്യവസായികൾ തീരുമാനിച്ചു. ടൺ കണക്കിന് സ്വർണവും വെള്ളിയും വാങ്ങി HMS ലൂട്ടീൻ എന്ന കപ്പലിൽ നിറച്ച് അവർ ഹാംബർഗിലേക്ക് വിട്ടു. എന്നാൽ ലൂട്ടിനെ കാത്ത് ദുർവിധി കടലിൽ ഒളിച്ചിരിക്കുന്നുണ്ടായിരുന്നു. വടക്കൻ കടലിൽ അടിച്ച ഒരു വൻ കൊടുങ്കാറ്റിൽപ്പെട്ട് ലൂട്ടിൻ നെതർലാൻഡ്സ് തീരത്തിന് സമീപമുള്ള വെസ്റ്റ് ഫ്രിസ്യൻ ദ്വീപുകൾക്കടുത്ത് തകർന്നു വീണു. 240 പേരടങ്ങിയ കപ്പൽ ജീവനക്കാരിൽ ഒരാൾ മാത്രമാണ് ആകെ രക്ഷപ്പെട്ടത്. സ്വർണ്ണക്കട്ടികളും വെള്ളിക്കട്ടികളും അടക്കം ലൂട്ടിൻ വഹിച്ച നിധിക്ക് ഇന്നത്തെ 1000 കോടി രൂപയുടെ മൂല്യമുണ്ടായിരുന്നു. ഇത് തിരിച്ചെടുക്കാൻ അധികൃതർക്ക് കഴിഞ്ഞില്ല. ഈ വമ്പൻ നിധി ഇന്നും സമുദ്രത്തിൽ തന്നെ നിലകൊള്ളുന്നു. അതായത് കപ്പലിനൊപ്പം മുങ്ങിയ സ്വർണ്ണക്കട്ടികളും വെള്ളിക്കട്ടികളും ഇന്നും യൂറോപ്പിന്റെ വടക്കൻ മേഖലയിലുള്ള കടലിൽ എവിടെയോ മറഞ്ഞു കിടക്കുകയാണ്. എന്നാൽ കപ്പലിൽ ഉണ്ടായിരുന്ന മറ്റു ചില വസ്തുക്കൾ പിന്നീട് കണ്ടെടുത്തിട്ടുമുണ്ട്. അതിലൊന്നാണ് കപ്പലിലെ മണി. ലൂട്ടിൻസ് ബെൽ എന്നറിയപ്പെടുന്ന ഇത് കടലിൽ നിന്ന് കണ്ടെടുത്ത് ലണ്ടനിൽ സ്ഥാപിച്ചിരിക്കുകയാണ്. വർഷം 1857. അമേരിക്കൻ വൻകരയിൽ വലിയ സ്വർണ്ണവേട്ട നടക്കുന്ന കാലം. പനാമയിലെ കൊളോൻ എന്ന തുറമുഖത്തു നിന്നും 13,600 കിലോ സ്വർണവും വഹിച്ച് ന്യൂയോർക്കിലേക്ക് പോവുകയായിരുന്നു SS സെൻട്രൽ അമേരിക്ക എന്ന കപ്പൽ. പ്രശസ്തമായ കാലിഫോർണിയ സ്വർണ്ണവേട്ടയിൽ നിന്ന് കിട്ടിയ സ്വർണമാണ് ഈ കപ്പലിൽ നിറച്ചിരുന്നത്. ക്യാപ്റ്റൻ വില്യം ലൂയി ഹെൻഡോൺ ക്യാപ്റ്റനായുള്ള ഈ കപ്പലിൽ സ്വർണം കൂടാതെ 477 യാത്രക്കാരും 101 ജീവനക്കാരുമാണ് ഉണ്ടായിരുന്നത്. സെപ്റ്റംബർ 9 US വടക്കൻ കാരോലിന സംസ്ഥാനത്തിന്റെ തീരത്തിനടുത്ത് കപ്പലെത്തി. ആ സമയത്താണ് ശക്തമായ ഒരു ചുഴലിക്കാറ്റ് ആ മേഖലയിൽ ആഞ്ഞടിച്ചത്. അതിൽപ്പെട്ട് കപ്പൽ ഉടറി. മണിക്കൂറിൽ 170 കിലോമീറ്റർ വേഗത്തിൽ കാറ്റുകൾ കപ്പലിനെ ആക്രമിച്ചുകൊണ്ടിരുന്നു. 1857 എന്ന വർഷത്തിൽ അനേകം ചരിത്ര സംഭവങ്ങളാണ് ഉണ്ടായിട്ടുള്ളത്. അതിലൊന്ന് ഒന്നാം ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരമാണ്. ബ്രിട്ടനെതിരെ ഇന്ത്യയിലെ നാട്ടുരാജ്യങ്ങളും സമരനായകരും പ്രക്ഷോഭമുയർത്തി. എന്നാൽ അതുപോലെ തന്നെ ഈ വർഷം US ചരിത്രത്തിലും വലിയ പ്രാധാന്യമുള്ളതായിരുന്നു. പാനിക് ഓഫ് 1857 എന്ന പേരിൽ സാമ്പത്തിക പ്രതിസന്ധി ഇവിടെ ഉടലെടുത്തു. അതിന്റെ പ്രധാന കാരണങ്ങളിലൊന്ന് ഇപ്പോൾ സൂചിപ്പിച്ച ഒരു കപ്പൽ ചുഴലിക്കാറ്റിൽ മുങ്ങിയതാണ്. അമേരിക്കൻ വൻകരയിൽ വലിയ സ്വർണ്ണവേട്ട നടക്കുന്ന കാലമായിരുന്നു അത്. പനാമയിലെ തുറമുഖത്തു നിന്നും 13,600 കിലോ സ്വർണം വഹിച്ച് ന്യൂയോർക്കിലേക്ക് പോവുകയായിരുന്ന SS സെൻട്രൽ അമേരിക്ക എന്ന കപ്പൽ. പ്രശസ്തമായ കാലിഫോർണിയ സ്വർണ്ണവേട്ടയിൽ നിന്ന് കിട്ടിയ സ്വർണമാണ് കപ്പലിൽ ഉണ്ടായിരുന്നത്. ക്യാപ്റ്റൻ വില്യം ലൂയി ഹെൻഡോൺ ക്യാപ്റ്റനായുള്ള ഈ കപ്പലിൽ സ്വർണം കൂടാതെ 477 യാത്രക്കാരും 101 ജീവനക്കാരുമാണ് ഉണ്ടായിരുന്നത്. സെപ്റ്റംബർ 9 US വടക്കൻ കാരോലിന സംസ്ഥാനത്തിന്റെ തീരത്തിനടുത്ത് കപ്പലെത്തി. ആ സമയത്താണ് ശക്തമായ ഒരു ചുഴലിക്കാറ്റ് ആ മേഖലയിൽ ആഞ്ഞടിച്ചത്. അതിൽപ്പെട്ട് കപ്പൽ ഉഴറുകയും മണിക്കൂറിൽ 170 കിലോമീറ്റർ വേഗത്തിൽ കാറ്റുകൾ കപ്പലിനെ ആക്രമിച്ചുകൊണ്ടിരിക്കാനും തുടങ്ങി. പായ്മരങ്ങൾ പൊട്ടിക്കീറി. ബോയിലർ റൂം തകർന്നു. അങ്ങനെ സെൻട്രൽ അമേരിക്ക മുങ്ങി. ടൈറ്റാനിക് ദുരന്തത്തെ അനുസ്മരിപ്പിക്കുന്ന വിധത്തിൽ കപ്പലിലെ മനുഷ്യർ ആ രാത്രി തള്ളി നീക്കി. രക്ഷയ്ക്കായി ഏതെങ്കിലും കപ്പലോ ബോട്ടുകളോ എത്തുമെന്ന് അവർ വിചാരിച്ചു. പിറ്റേന്ന് 2 കപ്പലുകൾ സെൻട്രൽ അമേരിക്കയ്ക്ക് സമീപമെത്തി. ത്വരിതഗതിയിൽ രക്ഷാപ്രവർത്തനം നടന്നു. എങ്കിലും 425 പേർ കൊല്ലപ്പെട്ടു. ബാക്കിയുള്ളവരെ രക്ഷിക്കാൻ മാത്രമേ രക്ഷാപ്രവർത്തന സംഘത്തിന് കഴിഞ്ഞിരുന്നുള്ളൂ. കപ്പൽ മുങ്ങിത്താണു. അളവറ്റ സ്വർണം മുങ്ങി. കപ്പലിന്റെ ദുരന്ത വാർത്ത അമേരിക്കൻ സാമ്പത്തിക വ്യവസ്ഥയെ ആകെ ഉലച്ചു. ഒരു നൂറ്റാണ്ടിലധികം കാലയളവിന് ശേഷം 1988 തകർന്ന സെൻട്രൽ അമേരിക്കയുടെ അവശിഷ്ടങ്ങൾ അമേരിക്കൻ പര്യവേഷകൻ ടോമി തോംസണിന്റെ നേതൃത്വത്തിലുള്ള പര്യവേഷക സംഘം കരോലീനയ്ക്ക് സമീപമുള്ള കടലിൽ കണ്ടെത്തി. ഇതിൽ നിന്ന് ധാരാളം സ്വർണവും പര്യവേഷക സംഘത്തിന് ലഭിച്ചു. $40 ദശലക്ഷം വിലപിടിപ്പുള്ള നിധി ഇതിൽ നിന്ന് ടോമിക്ക് കിട്ടിയെന്നാണ് കണക്കാക്കപ്പെടുന്നത്. എന്നാൽ ഇതുമായി ബന്ധപ്പെട്ടുള്ള പലവിധ കേസുകളിൽ ടോമി അകത്തായി. ഇത്തരം കേസുകളിൽ തടവ് ശിക്ഷ പരമാവധി 1.5 വർഷം കൊടുക്കാനേ US നിയമം അനുവദിക്കുന്നുള്ളൂ. എന്നാൽ ടോമിയുടെ ശിക്ഷ അന്തമില്ലാതെ വീണ്ടും തുടരുകയാണ്. ഇപ്പോഴും ടോമി ജയിലിൽ തന്നെ. അതായത് $40 ദശലക്ഷം വിലപിടിപ്പുള്ള നിധി ഇതിൽ നിന്ന് ടോമിക്ക് കിട്ടിയെന്ന വിവരം എല്ലാവരും അറിഞ്ഞതോടെ അവകാശവാദം ഉന്നയിച്ച് പലരും എത്തി. ശേഷം പലവിധ നിയമ പോരാട്ടങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് തുടങ്ങി.
അതായത് പണ്ട് കാലത്ത് കപ്പലിനെ ഇൻഷുർ ചെയ്ത ഇൻഷുറൻസ് കമ്പനികളാണ് ആദ്യം വാദമുയർത്തിയത്. തങ്ങൾ പണ്ട് ഇതിനായി വലിയ തുക മുടക്കിയെന്നും അതിനാൽ ഇപ്പോൾ കണ്ടെത്തിയ നിധി തങ്ങൾക്ക് അവകാശപ്പെട്ടതാണെന്നുമായിരുന്നു അവരുടെ വാദം. ഈ കേസിൽ വിധി ടോമിക്ക് അനുകൂലമായെങ്കിലും പിന്നീട് ടോമിയുടെ ഗവേഷണത്തിന് പണം മുടക്കിയ സംരംഭകർ അവകാശവാദവുമായി വന്നു. ഒടുവിൽ നിധി കൈമാറാൻ കോടതി ടോമിയോട് ആവശ്യപ്പെട്ടു. എന്നാൽ മറവി മൂലം അത് എവിടെയാണെന്ന് തനിക്ക് ഓർമ്മയില്ലെന്നായിരുന്നു ടോമിയുടെ നിലപാട്. അങ്ങനെ 2015 ടോമി കോടതി അലക്ഷ്യത്തിന് അകത്തായി. ഇന്നും ടോമി ജയിലിൽ കഴിയുകയാണ്. ഇനി മറ്റൊരു കഥ നോക്കിയാൽ, തെക്കൻ അമേരിക്കൻ രാഷ്ട്രം കൊളംബിയയിലെ കാർട്ടജീന ഹാർബറിനടുത്ത് വൻ മൂല്യമുള്ള കപ്പൽ ഛേദങ്ങളുണ്ട്. ഏകദേശം 1,30,000 കോടി രൂപയുടെ മൂല്യം. 3 കപ്പൽ അപകടങ്ങളിൽ നിന്നായാണ് ഈ നിധി ഇവിടെ സ്ഥിതി ചെയ്യുന്നത്. ഇതിലൊന്ന് നൂറ്റാണ്ടുകൾക്ക് മുൻപ് സംഭവിച്ച അതിപ്രശസ്തമായ സാൻഹോസ് കപ്പൽ അപകടമാണ്. സമുദ്രത്തിന്റെ അടിത്തട്ടിൽ സ്ഥിതി ചെയ്യുന്ന നിലയിലാണ് കപ്പലുകൾ. സാൻഹോസ് എന്ന കപ്പൽ കൊളോണിയൽ സ്പെയിനിന്റെ പടക്കപ്പലായിരുന്നു. സ്പെയിനിലെ ജിബുസ്കോയിൽ പെഡ്രോ അറസ്റ്റോഗി എന്നയാളാണ് ഇത് നിർമ്മിച്ചത്. 3 പായ്കളും പീരങ്കികളുമുള്ള ഈ കപ്പലിൽ 600 സൈനികരുമായി യാത്ര ചെയ്തപ്പോഴാണ് ബ്രിട്ടീഷുകാർ മുക്കിയത്. 1708 ഈ സംഭവം. പനാമയിൽ നിന്ന് നിറയെ നിധികളുമായി മടങ്ങിയ കപ്പലിന് അകമ്പടി സേവിച്ച് 12 പടക്കപ്പലുകളും 14 മറ്റു കപ്പലുകളും ഉണ്ടായിരുന്നു. ബ്രിട്ടീഷുകാർ നാവികാക്രമണം നടത്തിയതോടെ കൊളംബിയയിലെ കാർട്ടജീന ഹാർബറിനടുത്ത് കപ്പൽ മുങ്ങി. സ്വർണവും വെള്ളിയും പവിഴവും ആഭരണങ്ങളും അടങ്ങിയ വലിയ നിധികളും ഇതോടെ കടലിലേക്ക് പതിച്ചു. 2015 പിന്നീട് സാൻഹോസിനെ കണ്ടെത്തുന്നത്.